Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. ഈ ഒരു സബ്ജക്റ്റില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളുടെ വീഡിയോ, അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജിന്റെ വീഡിയോ, ദെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് പാർട്ട് ബിയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജ് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. സോ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOM-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. തേർഡ് സെമസ്റ്ററിൽ നമുക്ക് 3 പ്രോബ്ലം പേപ്പേഴ്സിന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. സോ തേർഡ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ 4th സെമസ്റ്ററിന്റെ ക്ലാസ്സസ് ആരംഭിക്കുന്നതാണ്. 3 പ്രോബ്ലം പേപ്പേഴ്സ് 4th സെമസ്റ്ററിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഇന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 3 വെയിറ്റേജിനും അതുപോലെ തന്നെ 5 വെയിറ്റേജിനും രണ്ടിലും സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. റിസർച്ച് പ്രോസസ് എന്താന്നുള്ളത്, റിസർച്ച് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ടൈപ്സ് ഓഫ് റിസർച്ച്, റിസർച്ചിൻ്റെ ടൈപ്സ് ഓഫ് റിസർച്ച്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഈ ടൈപ്സിലെ പല തരത്തിലുള്ള ഉണ്ട്. അതിൽ ഏതെങ്കിലും ചിലപ്പോൾ 2 റിസർച്ചിൻ്റെ ഡിഫറൻസോ അങ്ങനെയും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ടൈപ്സ് നോക്കി വെക്കണം. അത് 2 വെയിറ്റേജിൻ്റെയിലും അതിൻ്റെ ഉള്ളിലത്തെ ഏതെങ്കിലും പ്രതീക്ഷിക്കാം, 3 വെയിറ്റേജിൻ്റെയിലും പ്രതീക്ഷിക്കാം. ഏതെങ്കിലും 2 ടൈപ്പ് റിസർച്ചിൻ്റെ ഡിഫറൻസോ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ റിസർച്ച് പ്രോസസ്സ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ടൈപ്സ് ഓഫ് റിസർച്ച്, അതിൻ്റെ ഒരു ഡിഫറൻസുകൾ, ഇതൊക്കെ നമുക്ക് 3 വെയിറ്റേജിൻ്റെ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലിറ്ററേച്ചർ സർവേനെ പറ്റിയിട്ടാണ്. എസ്പെഷ്യലി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹൗ ലിറ്ററേച്ചർ സർവേ സപ്പോർട്ട്സ് എ റിസർച്ച് സ്റ്റഡി ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് ഒരു റിസർച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ്, ഹൗ ദ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഹെൽപ്സ്, അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് എ റിസർച്ച് സ്റ്റഡി ഹെൽപ്സ് ഇൻ റിസർച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. നിർബന്ധമായും നോക്കി വയ്ക്കണം, ലിറ്ററേച്ചർ സർവേയും തിയററ്റിക്കൽ സ്റ്റഡിയും. ഓക്കെ, ഇനി റിപ്പീറ്റ് ആയിട്ട് വന്നുള്ള ഒരു ചോദ്യമാണ് ഹൈപ്പോത്തസിസ് എന്താണ്. SCക്കും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 3 വെയിറ്റേജിലും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈപ്സ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്, അങ്ങനെയും ചോദിക്കാം. ഡിസ്റ്റിങ്ക്വിഷ് between null and alternate hypothesis അങ്ങനെയും ചോദിക്കാം കേട്ടോ. ടൈപ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫറൻസും ചോദിക്കാം കേട്ടോ, നോക്കിയിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ചോദ്യം സാമ്പിളിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നോക്കിയിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പിളിങ് എന്താണ്, റിപ്പീറ്റാണ്. ദെൻ അതിൻ്റെ ടൈപ്സ്, അതിലേതെങ്കിലും ചിലപ്പോൾ 2 സാമ്പിളിങ്ങിൻ്റെ ഡിഫറൻസും ചോദിക്കാറുണ്ട്. സാമ്പിളിങ് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. പ്രോബിലിറ്റി സാമ്പിളിങ് എന്താണ്, നോൺ പ്രോബിലിറ്റി സാമ്പിളിങ് എന്താണ്, അതിൽ വരുന്ന
പലതരത്തിലുള്ള സാമ്പിളിംഗ് ഉണ്ടല്ലോ, റാൻഡം, നോൺ റാൻഡം. ഇപ്പോൾ നോൺ റാൻഡമിൽ ഈ പറയുന്ന ക്വാട്ട ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് ഹൗ സ്ട്രാറ്റിഫൈഡ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് how stratified random sampling differ from quota sampling അങ്ങനെ ഡിഫറൻസുകളും പ്രതീക്ഷിക്കാം. പിന്നെ സാമ്പിളിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ടേമുകളുണ്ട്. ഇപ്പോൾ അതിന് തന്നെ അങ്ങനെ സെപ്പറേറ്റഡ് ചോദിച്ചിട്ടുണ്ട്. പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ്, സാമ്പിളിംഗ് ഫ്രെയിം എന്താണ്, അതുപോലെ തന്നെ സാമ്പിൾ യൂണിറ്റ് എന്താണ്, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പലതരത്തിലുള്ള സാമ്പിളിങ്ങും ചോദിക്കാം. സ്ട്രാറ്റിഫൈഡ് ഞാൻ പറഞ്ഞു, ക്ലസ്റ്റർ, ക്വാട്ട, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഴ്സസ് ഓഫ് ഡാറ്റ. SCക്കും ചോദിക്കാം. അതിൽ പ്രൈമറി, അതിൻ്റെ ഡിഫറൻസും ചോദിക്കാം കേട്ടോ. പ്രൈമറി ഡാറ്റ എന്താണ്, അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ, അതിൻ്റെ ഡിഫറൻസും ചോദിക്കാം, നോക്കിയിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റെഫറൻസ് സ്റ്റൈൽസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം കണ്ടുവന്നിട്ടുണ്ട്, നോക്കിയിരിക്കണം. ഇതിന് ആദ്യത്തെ ചാപ്റ്ററിലാണ് ഡിസ്റ്റിങ്ക്വിഷ് between research methods and research methodology നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ദെൻ റിസർച്ച് ഡിസൈൻ എന്താണ്, അതിൻ്റെ ടൈപ്സ്. സാമ്പിളിംഗ് ഡിസൈനും ചോദിക്കാറുണ്ട് കേട്ടോ. സാമ്പിളിംഗ് ഡിസൈൻ നോക്കിയിരിക്കണം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുള്ളതാണ്. ഇനി ക്വസ്റ്റിനെയർ എന്താണ്, നമുക്ക് 7 ചോദ്യങ്ങളാണ് വരാം. 7 4 എഴുതണം. ക്വസ്റ്റിനെയർ എന്താണ്, ക്വസ്റ്റിനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ്, ചോദിക്കാറുണ്ട്. ക്വസ്റ്റിനെയറിനെ പറ്റിയിട്ടും ഷെഡ്യൂളിനെ പറ്റിയിട്ടും കേട്ടോ. പിന്നെ വരുന്ന മറ്റൊരു ചോദ്യമാണ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചില സമയത്ത് 3 വെയിറ്റേജിൻ്റെയിലും അതുപോലെ തന്നെ 2 വെയിറ്റേജിൻ്റെയിലും കണ്ടുവന്നിട്ടുണ്ട്. പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് റിസർച്ച് പ്രോബ്ലം എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യും, ഹൗ ടു ഫോർമുലേറ്റ് എ റിസർച്ച് പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് കേസ് സ്റ്റഡി ഉണ്ട്. കേസ് സ്റ്റഡി, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്. അത് ചില സമയത്ത് 3 വെയിറ്റേജിനെങ്കിലും ചോദിക്കാം, 2 വെയിറ്റേജിനെങ്കിലും ചോദിക്കാറുള്ളതാണ്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, നോക്കിയിരിക്കണം. ഓക്കെ. ഇനി ഒരു സജഷനും കൂടി തരാനുള്ളത് റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് 2 വെയിറ്റേജിനെല്ലാം വരാറുണ്ട്. മെഷർമെൻറ്റ് ഓഫ് സ്കെയിലാണ്. മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവെൽ, റേഷ്യോ, അത് കേട്ടോ. മെഷർമെൻറ്റ് ഓഫ് സ്കെയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ നിർബന്ധമായും നോക്കിയിരിക്കണം. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു സജഷനും കൂടി തരുന്നു, റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. റിസർച്ച് റിപ്പോർട്ട്, അതിൻ്റെ കണ്ടൻസ് ചില സമയത്ത് 5 വെയിറ്റേജിനെങ്കിലും വരാറുണ്ട് കേട്ടോ, കണ്ടൻസ്. അപ്പോൾ ഇതാണ് നമുക്ക്
3 വെയിറ്റേജിൻ്റെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള ചോദ്യങ്ങൾ റിസർച്ചിൻ്റെ പ്രോസസ്സ്, സിഗ്നിഫിക്കൻസ്, ടൈപ്സ്, ലിറ്ററേച്ചർ സർവേ, തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്, ഹൈപ്പോത്തിസിസ്, ഡിഫറെൻറ്റ് ടൈപ്സ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ നള്ളും ഓൾട്ടർനേറ്റീവും, ദെൻ സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്. അതിൽ ചിലപ്പോൾ ഏതെങ്കിലും 2 സാമ്പിളിംഗ് തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാറുണ്ട്. ദെൻ ടീമുകൾ, പോപ്പുലേഷൻ സാമ്പിൾ, സാമ്പിളിംഗ് ഫ്രെയിം, സാമ്പിളിംഗ് യൂണിറ്റ്, സാമ്പിൾ ഡിസൈൻ, ദെൻ സോഴ്സസ് ഓഫ് ഡാറ്റ, പ്രൈമറി, സെക്കൻഡറി, റെഫറൻസ് സ്റ്റൈൽസിനെ പറ്റിയിട്ടുള്ള ചോദ്യം, ദെൻ റിസർച്ച് മെത്തേഡ്സും റിസർച്ച് മെത്തഡോളജിയും തമ്മിലുള്ള ഡിഫറൻസ്, റിസർച്ച് ഡിസൈൻ അതിൻ്റെ ടൈപ്സ്, ദെൻ ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ്, പാരാമെട്രിക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ എങ്ങനെയാണ് റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുക, കേസ് സ്റ്റഡീനെ പറ്റിയിട്ടുള്ള ചോദ്യം, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, റിസർച്ച് റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ കണ്ടൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളത്. ഇനി ഇതിൽ ഒരെണ്ണം കൂടിയും പറയാനുള്ളത് പ്രോബ്ലംസ് വരും, 1 or 2 വരാറുണ്ട്. അത് കണ്ടുവന്നിട്ടുള്ളത് ടെസ്റ്റുകൾ, ഇപ്പോൾ 2 ടൈൽ ടെസ്റ്റ് വരാം, 2 ടൈൽഡ് ടെസ്റ്റ് വരാം, കോറിലേഷൻ വരാം, വാരിയൻസും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അനോവ SAKയാണ് കൂടുതൽ കണ്ടുവരാറ് കേട്ടോ, അനോവ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പ്രോബ്ലംസ് 1 or 2 വരാറുണ്ട് 3 വെയിറ്റേജിൻ്റെ. അപ്പോൾ 7 ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 2 പ്രോബ്ലം 5 തിയറി ചോദ്യങ്ങളാണ് വരാറ് കേട്ടോ, പ്രോബ്ലം വരാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് 3 വെയിറ്റേജിൻ്റെ സജഷൻസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. 8 ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, ലാസ്റ്റ് സജഷൻസ് ചെയ്തിട്ടോ, ഇത് പ്രോബ്ലംസ് ആണ്, ലാസ്റ്റ് പറഞ്ഞത് പ്രോബ്ലംസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.